ഇനിയും വരാൻ പോകുന്ന 3-4 മാസം മനസ്സിലാക്കുക, ഇന്ത്യൻ ബാങ്കുകളുടെ ഓഹരി ഇടിയുക. കാരണം കറൻസി ഭയങ്കരമായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യുക, വാല്യൂ കുറയും. ടെക്നോളജി സ്റ്റോക്കുകൾ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം കറൻസിയുടെ വാല്യൂ കുറച്ച്, ഡോളറിലല്ലേ സംഭവം നടക്കുന്നത്. ഓരോ ദിവസം ഗവൺമെൻറ്റിൻ്റെ ഓരോ വക്താവും കൊമേഴ്സ് സെക്രട്ടറി പീയൂഷ് ഗോയൽ പറയുന്നുണ്ട്, ട്രേഡ് ഡീൽ ഇന്നാകും, നാളെയാകും, മറ്റന്നാളാകും, ഡെഡ് ലൈൻ ഇല്ല. അപ്പം എന്തിനാ ഇതിനൊക്കെ എടുത്തു കാണാൻ പോയത്? അപ്പം ഇത് നേരത്തെ അങ്ങ് പറഞ്ഞങ്ങ് തീർത്താൽ മതി. അതിനെ ഈ ഒരു വഷളത്തരത്തിലോട്ട് ഇതിൻ്റെ ഇമ്പാക്റ്റിൻ്റെയും വരാൻ കിടക്കുക. ഇനി അറിയാൻ സാധിക്കുന്നത്, ഇന്ത്യ മറ്റുള്ള വല്ലയിടത്തും റീറൂട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ വേറെ ടാരിഫ് കൊണ്ടുവരാൻ ശ്രമിക്കും. കാരണം അമേരിക്കൻ പ്രഷർ. അതായത് മെക്സിക്കോ ഇങ്ങനൊരു സംഭവം ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താ മെക്സിക്കോയോട് സ്ട്രോങ് ആയിട്ട് കണ്ടം ചെയ്യാഞ്ഞ്? ഇനിയിപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ് ചോദിക്കാതെ 50% ടാരിഫ് ഇന്ത്യയുടെ മുകളിൽ വെച്ചത് എന്തുകൊണ്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല? അതാ എന്തിനാ ഈ ഭയക്കുന്നത്? ഈ ഭയം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഞാൻ ഈ പറയാൻ പോകുന്നതിൻ്റെ അതിൻ്റെ ഔചിത്യം എന്ന് പറയുന്നത്, ഇതൊരു നല്ല പോക്കല്ല. ഇന്ത്യക്കാരനെ അമേരിക്കയിൽ ഹറാസ് ചെയ്യുന്നു, ഇന്ത്യൻ എക്കോണമി മോശമായി പോകുന്നു, ഇന്ത്യൻ കറൻസി താപ്പോട്ട് പോകുന്നു. പിന്നെ നിങ്ങൾ പറയും എന്നാ അമൃതകാൽ വർഷമാണെന്ന് പറയേ. ഏത് ഇന്ത്യക്കാരനാണ് പിന്നെ പ്രിവിലേജ് ഉള്ളത്? ഇതൊക്കെ ഓരോന്നായിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ പല ആൾക്കാരും ഇതിനെപ്പറ്റി തെറ്റിദ്ധരിച്ചു. അങ്ങനെ സംഭവിക്കത്തില്ല. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നടക്കുവാണ് ഓരോന്നും. ആ രീതിയിൽ ഇന്ത്യയായി മാറും. ഒരു കാര്യം ഞാൻ പറയും, ഈ രീതിയിലുള്ള താപ്പോട്ടുള്ള പോക്കും മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചപ്പോഴുണ്ടായിട്ടില്ല. ഇത്രമാത്രം ഇന്ത്യക്കാരെ ഒന്നും ഹറാസ് ചെയ്തിട്ടൊന്നുമില്ല. അതായത് അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷൻ തട്ടുക, എടുത്തോട്ട് പോയിക്കോളാൻ. അതേപോലെ ഇന്ത്യൻ ഷോപ്പുകളിലൊക്കെ പോയി അവിടെ ഉള്ളവർ ബ്ലഡി ഇന്ത്യൻസ് ഗെറ്റ് ലോസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ കയറും. അത് ഇടയ്ക്കിടയ്ക്ക് 1-2 ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവും. പക്ഷെ ഇതങ്ങ് വ്യാപകമായിട്ട് മാറുന്നു. അതിനൊരു കാരണം പറയുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യും, തിരിച്ചവരെ ചെയ്യുന്നു. ആ രീതിയിലാണ് പ്രതികരിക്കുന്നത് ജനങ്ങൾ. അവർ അമേരിക്കൻ സോഷ്യൽ മീഡിയ എക്സ് പ്ലാറ്റ്ഫോമിൽ പറയുന്നു. ഇപ്പം ഇതിനാണൊരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്. അതായത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് സംസാരിക്കുക. കാരണം സാധാരണ ജനങ്ങൾ, അവിടെ ജോലി ചെയ്യുന്നവർ, അവരെ ഇത് ബാധിക്കുക. അവിടെയുള്ള അമേരിക്കൻ ഇന്ത്യൻ ബിസിനസ്സുകാരെ ബാധിക്കുന്നുണ്ട്.